ന്യൂസ് 16 കേരള. ഹജ്ജിന് മുന്നോടിയായി മക്കയിലേക്ക് പ്രവേശന നിയന്ത്രണം പ്രഖ്യാപിച്ചു. നാളെ മുതൽ മക്കയിലേക്ക് ഹജ്ജോ ഉംറ പെർമിറ്റോ വർക്ക് പെർമിറ്റോ ഇല്ലാതെ പ്രവേശനം നൽകില്ല. ഈ ആഴ്ച മുതൽ മക്കയിലേക്ക് ഹാജിമാർ എത്തുന്ന സാഹചര്യത്തിലാണ് നീക്കം. ഇന്ത്യൻ ഹാജിമാരുടെ ആദ്യ സംഘം ഈ മാസം 9-നാണ് എത്തുക. മക്കയിലേക്ക് പ്രവേശിക്കാൻ ആഭ്യന്തര മന്ത്രാലയം പെർമിറ്റുകൾ അനുവദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹജ്ജ് പെർമിറ്റ്, ഉംറ പെർമിറ്റ്, മക്ക ഇഖാമ, മക്കയിൽ ജോലിയുള്ളവർക്ക് നൽകുന്ന പ്രത്യേക പെർമിറ്റ് എന്നിവയില്ലാത്തവർക്ക് മക്കയിലേക്ക് പ്രവേശനം അനുവദിക്കില്ലെന്ന് പൊതുസുരക്ഷാ വിഭാഗം അറിയിച്ചു. ഹജ്ജ് സീസണിൽ മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് പ്രവാസികൾ അടക്കമുള്ളവർക്കുള്ള എൻട്രി പെർമിറ്റുകൾ ഓൺലൈനിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. മക്ക ആസ്ഥാനമായുള്ള സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കാണ് ഇത്തരത്തിൽ അനുമതി നൽകുന്നത്. അറഫ, മിന, മുസ്ദലിഫ ഉൾപ്പെടെ പുണ്യസ്ഥലങ്ങളിൽ സീസണിൽ ഹജ്ജ് ഡ്യൂട്ടിയുള്ളവർക്ക് പെർമിറ്റ് ലഭിക്കും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമായ അബിഷീർ, മുഖീം പോർട്ടലുകൾ വഴിയാണ് അനുമതി നൽകുന്നത്. ഇതിനായി ജവാസത്ത് ഓഫീസുകൾ നേരിട്ട് സന്ദർശിക്കേണ്ടതില്ല. ഉംറ വിസയിൽ സൗദിയിലെത്തിയവർ മടങ്ങേണ്ട അവസാന തീയതി ജൂൺ 6-ആണ്. ഇതിനുശേഷം ഉംറ വിസക്കാർ സൗദിയിൽ തുടരാൻ പാടില്ല. ജൂൺ 6-ന് ശേഷം മക്കയിലേക്ക് ഹാജിമാരില്ലാത്തവർക്കും ഹജ്ജ് ജോലിയില്ലാത്തവർക്കും ശക്തമായ നിയന്ത്രണമുണ്ടാകും. ഹജ്ജ് പെർമിറ്റില്ലാതെ പിടികൂടിയാൽ ജൂൺ 6-ന് ശേഷം പിഴയും നാടുകടത്തലുമാണ് ശിക്ഷ. ഈ മാസം 9-നാണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം മദീനയിലെത്തുക. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെ ആദ്യ വിമാനം ഈ മാസം 26-നാണ്. സ്വകാര്യ ഗ്രൂപ്പിലെ ഹാജിമാർ ഇതിനു മുന്നേ എത്തും. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.